ഹലോ മക്കളെ, നമ്മൾ ഇന്ന് നോക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇതുപോലെ മക്കൾ മറ്റു ക്വസ്റ്റ്യൻസും നോക്കി പഠിക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിസ്ക്രൈബ് ദ പിക്ചർ. ഒന്നെങ്കിൽ ഈ ഒരു പിക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചർ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ടല്ലോ. ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? അതാരാണ്? ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? കവിത അല്ലേ? കവിതയുണ്ട്. കവിതയുടെ അമ്മ ഒരു താൽക്കാലികമായിട്ട് ഒരു അടുപ്പ് തീ കൂട്ടിയിട്ട് അല്ലേ ഭക്ഷണം വെക്കുകയാണ്. പിന്നെ അടുത്ത് തന്നെ ഒരു നായക്കുട്ടിയുണ്ട്. പിന്നെയോ ദൂരെ അതാ തൊട്ടിലിൽ കവിതയുടെ അനിയൻ അല്ലേ, അനിയനോ അനിയത്തിയോ ചെറുത് ഉറങ്ങുന്നുണ്ട്. ഒരു ടെൻ്റ് ഉണ്ട്. 2 കിളികൾ പറന്നു പോകുന്നുണ്ട് അല്ലേ. ദൂരെ ഒരു മരമുണ്ട്. അങ്ങനെ മലയാളത്തിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമുക്കതൊന്ന് മക്കൾക്ക് കിട്ടുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ എഴുതി നോക്കാം കേട്ടോ. ആദ്യം എങ്ങനെ തുടങ്ങാം? കവിത, ഹെർ മദർ ആൻഡ് ലിറ്റിൽ ബ്രദർ ലിവ് ഇൻ എ ടെൻറ്റ്. കവിതയും അവളുടെ അമ്മയും അനിയനും കൂടെ ഒരു ടെൻറ്റിലാണ് താമസിക്കുന്നത് അല്ലേ, ഒരു ടെൻറ്റിൽ താമസിക്കുന്നു. പിന്നെ കവിതാസ് മദർ കുക്സ് ഫുഡ്. കവിതയുടെ അമ്മ എന്ത് ചെയ്യാണ്? ഫുഡ് പ്രിപ്പയർ ചെയ്യാണ് അല്ലേ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഇൻ ദ ടെമ്പററി പിന്നെ ഫയർ പ്ലേസ് എന്ന് വേണം എഴുതാൻ. എളുപ്പത്തിന് വേണ്ടിയിട്ട് എളുപ്പമുള്ള വാക്കുകൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. പിന്നെ ഹെർ ലിറ്റിൽ ബ്രദർ സ്ലീപ്പ് ഇൻ ദ ക്രാഡിൽ. അവളുടെ ചെറിയ അനിയൻ എന്താണ്? തൊട്ടിലല്ലേ കിടന്ന് ഉറങ്ങാണ്. അത് മരത്തിൻ്റെ മുകളിലാണ് ആ തൊട്ടിലുള്ളതെന്നൊക്കെ വേണമെങ്കിൽ എഴുതി ചേർക്കാം കേട്ടോ. പിന്നെ കവിത സ്റ്റാൻഡ്സ് നിയർ ദ ഫയർ പ്ലേസ്. കവിത ഫയർ പ്ലേസിൻ്റെ അടുത്ത് ആണ് നിൽക്കുന്നത്. ഷീ ലുക്സ് അറ്റ് മദർ. അവൾ അമ്മയെ നോക്കുകയാണ്. എന്നിട്ട് ടോക്ക് സംതിങ്, എന്നിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അവൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടിയിട്ടാണ് അവൾ കാത്തു നിൽക്കുന്നത്. പിന്നെ ചിത്രത്തിൽ ആരുണ്ട്? ഒരു ഡോഗ് ഉണ്ട് അല്ലേ. ഡോഗ് സ്റ്റാൻഡ്സ് ബിഹൈൻഡ് ദ ഗേൾ. ആ ഗേളിൻ്റെ അല്ലേ, കവിതയുടെ പുറകിലായിട്ട് ഒരു നായ നിൽപ്പുണ്ട് അല്ലേ. അപ്പോൾ ഗേൾ എന്നുള്ളിടത്ത് കവിത എന്ന് വേണമെങ്കിലും കൊടുക്കാം. ഇനിയും മരത്തിനെ പറ്റിയിട്ടോ ആ പക്ഷികളെ പറ്റിയിട്ടൊക്കെ വേണമെങ്കിൽ എഴുതി ചേർക്കാം കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 2. എന്ത് ചെയ്യാനാണ്? ഓൺ ദെയർ വേ ബാക്ക് ടു ഹോം സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് നിയർ ദ river. The river was polluted with plastic waste. They decided to make a poster to make people aware about pollution. Please help them make poster. അതായത് സാഷയും നവീനും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ റിവറിൻ്റെ അടുത്തെത്തി. അങ്ങനെ റിവർ എന്താണ്? പൊല്യൂട്ടഡ് ആയിട്ട് കിടക്കുകയാണ് അല്ലേ, പ്ലാസ്റ്റിക് വേസ്റ്റും ഉണ്ട്. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ, ജനങ്ങൾക്കൊക്കെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്ലാസ്റ്റിക് നിരോധിക്കുക എന്നുള്ളത് പോലെയുള്ള പോസ്റ്റേഴ്സൊക്കെ മക്കൾ നോക്കി വെക്കുക കേട്ടോ. പിന്നെ ജലം അമൂല്യമാണെന്നുള്ള ആ ഒരു പോസ്റ്റേഴ്സ്, അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ നോക്കി വെക്കുക. എന്തായാലും ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ ഉണ്ടാവും കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. ദ മെർമെയ്ഡ് വെയിറ്റ് ഫോർ സാഷ അറ്റ് ദ റിവർ ടു താങ്ക് ഹർ. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് മെർമെയ്ഡ്. റിവറിൻ്റെ അടുത്ത് സാഷനെ വെയിറ്റ് ചെയ്യാണ് ആര്? മെർമെയ്ഡ് അല്ലേ, ആ മത്സ്യകന്യക. അപ്പോൾ അത് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് മെർമെയ്ഡ്. ഇപ്പോൾ സാഷയും മെർമെയ്ഡും തമ്മിലുള്ള കോൺവെർസേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പം മെർമെയ്ഡും ഡോൾഫിനും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ടാവും. അങ്ങനെ 1-2 കോൺവെർസേഷനൊക്കെ നോക്കി വെക്കുക. ഇതിൽ മെർമെയ്ഡ് ആദ്യം എന്താ പറയുന്നത്? ഹായ് സാഷ, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. സാഷ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയാണല്ലേ, കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ സാഷക്ക് വേണമെങ്കിൽ എന്ത് ചോദിക്കാം? വൈ ആർ യു വെയിറ്റിംഗ് ഫോർ മീ അല്ലേ, എന്തിനാണ് എന്നെ കാത്തിരുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ മെർമെയ്ഡ് എന്ത് പറയും? ടു താങ്ക് യു, നിന്നോട് നന്ദി പറയാൻ. അപ്പോൾ സാഷ ചോദിക്കുകയാണ് എന്തിന്? വൈ? അപ്പോൾ മെർമെയ്ഡ് പറയാണ് ബിക്കോസ് യു മെയ്ഡ് പോസ്റ്റേഴ്സ് ആൻഡ് പീപ്പിൾ അവെയർ ദ റിവർ ബിക്കെയിം ക്ലീൻ അല്ലേ. നീ പോസ്റ്റർ ഉണ്ടാക്കി ജനങ്ങളെ ബോധവൽക്കരിച്ചത് കൊണ്ട് നദിയൊക്കെ എന്തായി? ക്ലീനായി. അപ്പോൾ സാഷ എന്ത് പറയും? അതെൻ്റെ കടമയാണ് എന്ന് പറയും അല്ലേ. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? നവീൻസ് വെൻറ്റ് ടു ഷോപ്പ് ബൈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്.
ഹെൽപ്പ് നവീൻ ടു ലിസ്റ്റ് ദം. നവീന് എന്താണ് ഷോപ്പിൽ പോയിട്ട് വാങ്ങി വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങുകയാണ്. അപ്പോൾ ഹെൽപ്പ് നവീൻ ടു ലിസ്റ്റ് ദം. അപ്പം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നവീനെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേരും വെജിറ്റബിൾസിൻ്റെ പേരും പഠിച്ചു വെക്കുക കേട്ടോ. സ്പെല്ലിങ് തെറ്റാതെ പഠിച്ചു വെക്കണേ. അടുത്തത് ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ സ്റ്റോറി. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു കാക്ക അപ്പവുമായിട്ട് ഒരു മരച്ചില്ലയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുവഴി വന്ന ഒരു കുറുക്കന് ആ അപ്പം ചോദിക്കുകയാണ്. അപ്പം ചോദിക്കുമ്പോൾ കാക്ക കൊടുക്കൂലല്ലേ. അപ്പോൾ കുറുക്കൻ എന്താണ് ഒരു സൂത്രം ഉപയോഗിക്കും. സൂത്രം ഉപയോഗിച്ചിട്ട് കാക്കയോട് പറയും, നല്ല പാട്ടാണല്ലേ, നിൻ്റെ പാട്ട് കേൾക്കാൻ നല്ല രസമാണല്ലേ എന്ന് പറയുന്നവരോ കാക്ക കാക്കാന്ന് ചെല്ലുമ്പോൾ ആ അപ്പം താഴെ വീഴും. കുറുക്കൻ അതും എടുത്ത് ഓടും അല്ലേ. അപ്പോൾ സൂത്രശാലിയായ ഒരു കുറുക്കൻ്റെ കഥയാണ് ഈ ചിത്രത്തിലുള്ളത്. അപ്പോൾ മക്കൾ സിമ്പിളായിട്ട് വേർഡ്സ് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കണേ. അപ്പോൾ എങ്ങനെ എഴുതാം? വൺസ് അപ്പോൺ എ ടൈം എ ക്രോ കെയിം ടു എ ട്രീ ബ്രാഞ്ച് വിത്ത് എ ബ്രെഡ് അല്ലേ. ഒരു ബ്രെഡുമായി ഒരു അപ്പവുമായിട്ട് ഒരു കാക്ക മരക്കൊമ്പിൽ വന്നിരുന്നു. ദെൻ ദ ഫോക്സ് കെയിം ബൈ ആൻഡ് ആസ്ക്ഡ് ഫോർ ബ്രെഡ്. അതുവഴി വന്ന കുറുക്കന് ആ ബ്രെഡ് ചോദിക്കുകയാണ്. ദ ക്രോ ഡിഡ് നോട്ട് ഗിവ് ഇറ്റ്. കാക്ക അത് കൊടുക്കുന്നില്ല. ദാറ്റ്സ് വെൻ ദ ഫോക്സ് ഫെൽറ്റ് ആൻ ഐഡിയ. അപ്പോൾ കുറുക്കന് ഒരു ഐഡിയ തോന്നുകയാണ്. ദ ഫോക്സ് സെഡ് ടു ദ ക്രോ. ക്രോയോട് ഫോക്സ് പറയാണ്, ഹൗ നൈസ് ടു ഹിയർ യുവർ സോങ്. നിൻ്റെ പാട്ട് കേൾക്കാൻ എന്ത് രസമാണെന്ന്. ഹിയറിങ് ദിസ് ദ ക്രോ സ്റ്റാർട്ടഡ് സിംഗിങ്. അപ്പോൾ അത് കേട്ട കാക്ക എന്താണ് പാട്ട് പാടാൻ തുടങ്ങി. ദെൻ ദ ബ്രെഡ് ഫെൽ ഡൗൺ. ബ്രെഡ് താഴെ വീണു. ആൻഡ് ദ ഫോക്സ് ടൂക്ക് ഇറ്റ് ആൻഡ് റേൻ അവേ. അതെടുത്തും കൊണ്ട് ഫോക്സ് ഓടി. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ മക്കൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം വേറെ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് പെട്ടെന്ന് തന്നെ വരെ.